ആലപ്പുഴ DCCയിലെ തമ്മിലടിക്കിടെ പുതിയ DCC പ്രസിഡന്റാവുക KC വേണുഗോപാലിന്റെ വിശ്വസ്തനെന്ന് സൂചന. KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിൽ എത്തിയതോടെയാണ് ചെന്നിത്തലയുടെ വിശ്വസ്തരെ മറികടന്നുള്ള നീക്കം നടക്കുന്നത്. ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും DCC നേതാക്കൾ രാജിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ DCC പ്രസിഡന്റ് സ്ഥാനമേൽക്കണമെന്ന് KPCC നിർദ്ദേശം നൽകിയിരുന്നു. AK ആന്റണി, വയലാർ രവി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളുടെ സ്വന്തം ജില്ലയായ ആലപ്പുഴയിലാണ് പുതിയ DCC പ്രസിഡന്റ് ചുമതലയേൽക്കുന്നത്. ഈ മാസം 10 മുൻപായി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. വർഷങ്ങളായി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായിരുന്നു ഇവിടുത്തെ DCC പ്രസിഡന്റുമാർ. ഏറ്റവും ഒടുവിൽ ബാബു പ്രസാദിനെ കൊണ്ടുവന്നതും രമേശ് ചെന്നിത്തല തന്നെയാണ്. എന്നാൽ KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിലെത്തിയതോടെ പുതിയ പ്രസിഡന്റ് KCയുടെ വിശ്വസ്തനായിരിക്കുമെന്നാണ് സൂചന. ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും DCC നേതാക്കൾ വരെ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിന് മുൻപായി പുതിയ DCC പ്രസിഡന്റ് സ്ഥാനമേൽക്കണമെന്ന നിർദ്ദേശം KPCC മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബു പ്രസാദിനെ മാറ്റുന്നത്. ഇതോടൊപ്പം കേരളത്തിലെ 13 ജില്ലകളിലും DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്ന നിർദ്ദേശമാണ് AICC മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ 9 DCC പ്രസിഡന്റുമാരെ മാറ്റിയാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. എന്നാൽ AICCയുടെ നിർദ്ദേശമായിരിക്കും പാലിക്കപ്പെടുക. ഗ്രൂപ്പ് നേതാക്കളുടെ ജില്ല കൂടിയായ ആലപ്പുഴയിൽ പുതിയ പ്രസിഡന്റ് ആരുടെ ഗ്രൂപ്പിൽ നിന്നാകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഷുക്കൂറിൻ്റെ പേരും അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ, ബൈജു, MJ ജോബ് എന്നീ നേതാക്കളുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുന്ന തരത്തിലായിരിക്കണം DCC പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടതെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും I ഗ്രൂപ്പിന് സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിൽ രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്ന ആൾ തന്നെയാവും DCC പ്രസിഡന്റ് ആകുക. അതിന് പറ്റിയ ഒരാളെ നിയോഗിക്കാൻ കഴിയില്ല എങ്കിൽ KC വേണുഗോപാലിൻ്റെ നിർദ്ദേശം അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ആലപ്പുഴ ജില്ലയിൽ KC വേണുഗോപാലിൻ്റെ സ്വാധീനം കുറച്ചുകൂടി ശക്തമാകും. 5 പേരുടെ പ്രാഥമിക ലിസ്റ്റാണ് പ്രാഥമികമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്നും ഇപ്പോൾ 3 പേരുടെ ലിസ്റ്റ് 5-ാം തീയതി KPCC പ്രസിഡന്റ് KC വേണുഗോപാലിന് കൈമാറും. ആ 3 പേരിൽ ഒരാളായിരിക്കും DCC പ്രസിഡന്റായി ചുമതലയേൽക്കുക. വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴ സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു. KC വേണുഗോപാലിൻ്റെ സ്വന്തം കമ്മിറ്റി കൂടിയാണിത്. ഇതിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. KC വേണുഗോപാൽ ഇടപെട്ടാണ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.